ഹലോ വെൽക്കം ടു ആർക്കിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ ഈ ഒരു പടത്തിൻ്റെ സ്പോയിലർ റിവ്യൂ ആണ് നോക്കുമ്പോൾ. ആൾറെഡി സ്പോയിലർ ഫ്രീ റിവ്യൂ ചെയ്തിട്ടുണ്ട്, പിന്നെ എൻഡിങ് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. ടൈമുള്ള ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് സ്പോയിലർ റിവ്യൂ ആണ് നോക്കുമ്പോൾ. സോ നേരെ വീഡിയോ എടുക്കാം. ഇപ്പം പടം വന്നൊരു കിടിലം മൂവിയാണ്. ഓക്കെ, നല്ലൊരു ആക്ഷൻ പാക്കേജ്ഡ് ആയിട്ടുള്ള പടം തന്നെയാണ്. പക്ഷേ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ ആ ആക്ഷൻ സീക്വൻസൊക്കെ കുറച്ച് കുറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പം ക്ലൈമാക്സ് ഫൈറ്റ് സീനായാലും അതൊക്കെ കൊള്ളാമെങ്കിലും പെട്ടെന്ന് തീർന്നൊരു ഫീലാണ് കിട്ടിയത്. കുറച്ചും കൂടെ ലെങ്തിൽ കൊണ്ടുപോകാമായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം 3 വലിയ ടൈറ്റൻസാണ് ഫൈറ്റ് ചെയ്യുന്നത്. ബട്ട് ആ ഫൈറ്റ് വന്ന് പെട്ടെന്ന് തീർന്നൊരു ഫീലാണ് തോന്നിയത്. സോ ഫൈറ്റ് കുറച്ചും കൂടെ ലെങ്താക്കി ചെയ്യാമായിരുന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആൾറെഡി സ്പോയിലർ ഫ്രീ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ കോങ് തന്നെയാണ്. കാരണം കോങ് ആണ് ഇതിൽ മെയിൻ ഹീറോ എന്ന് വെച്ചാൽ. കാരണം ഈ പടം വന്ന് സൺ ഓഫ് കോങ് എന്നൊരു മൂവി ആയിട്ടാണ് റിലീസാകാൻ വേണ്ടിയിരുന്നത്. പിന്നീടാണ് അതിൽ ഗോഡ്സിലെയും നമ്മുടെ ഷിവമോനൊക്കെ കൊണ്ടുവന്നത്. സോ കോങ് ആണ് ഈ പടം കംപ്ലീറ്റ്ലി സ്കോർ ചെയ്ത് പോകുന്നത്. ഇതൊരു കോങ്ങിൻ്റെ മൂവിയാണ്. സോ കോങ് ആണ് ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ വന്ന് ഈ പടത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയി പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷീമോവും സ്കാർക്കിങ്ങുമാണ്. അതിൽ എടുത്ത് പറയേണ്ട സ്കാർക്കിങ്ങിനെയാണ്. സോ സ്കാർക്കിങ് വന്ന് ഉറപ്പായിട്ടും ഒരു കിടിലം വില്ലനാണ്. പുള്ളിയുടെ ആ ഒരു വില്ലനിസവും ആറ്റിറ്റ്യൂഡും ലുക്കും ഒക്കെ സൂപ്പറായിട്ടാണ് ഉള്ളത്. കണ്ടാൽ തന്നെ പേടിയാവും, അതിലൊരു സംശയം വേണ്ട. പക്ഷേ പവർ ലെവലെന്ന് വെച്ച് നോക്കുമ്പോൾ ഈ സ്കാർക്കിങ് ഭയങ്കര വീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുവരെയായിട്ടും മോൺസ്റ്റേഴ്സിൽ വന്നതിൽ ഒരു വീക്കസ്റ്റ് വില്ലനായിട്ടാണ് സ്കാർക്കിങ്ങിനെ കാണിച്ചത്. അതായത് നമ്മുടെ കോങ്ങിനെ കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സ്കാർക്കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റും, ആ ലെവലിലാണുള്ളത്. പുള്ളി വന്ന് ഓൾഡും ആണ്, അതേപോലെ തന്നെ ഫിസിക്കലിയും ഭയങ്കര വീക്കുമാണ്. ഈ സ്കാർക്കിങ്ങിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഷീമോ ആണ്. കാരണം എവിടെ നോക്കിയാലും ഈ സ്കാർക്കിങ് ഷീമോനെ യൂസ് ചെയ്താണ് നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം കോങ്ങുമായിട്ടുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ സ്കാർക്കിങ് ഒരു ഘട്ടത്തെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉടനെ ഷീമോനെ എടുത്ത് ഇറക്കി കൊടുക്കും. സോ ഒരു പക്ഷേ ഷീമോനെ ഇറക്കാതെ കോങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് കോങ്ങിന് നല്ല ഡാമേജ് കൊടുത്ത് വിട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സ്കാർക്കിങ് ഒരു ഭയങ്കര വില്ലനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്കാർക്കിങ് വന്ന് ഷീമോനെ ആശ്രയിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ സ്കാർക്കിങ്ങിന് വില്ലൻ്റെ അടുത്ത് നമുക്ക് ഒരു പേടി തോന്നുന്നില്ല, അവൻ്റെ ഒരു പവർ ലെവൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ സ്കാർക്കിങ്ങിനെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് കാണിച്ചെങ്കിൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഷീമോ. സോ ഷീമോന് വന്ന് ഈ പടത്തിലൊരു വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. മദർ ഓഫ് ആൾ ടൈറ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് കയറ്റി വെച്ചിരുന്നു. സോ നമ്മുടെ ചാനൽ തന്നെ വീഡിയോ കിട്ടിയിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ലെവലിലൊന്നും ഷീമോന് ഇല്ലായിരുന്നു. ഷീമോനെ വന്നൊരു പെറ്റായിട്ടാണ് അവർ കാണിച്ചത്. അതായത് ഈ പട്ടിയും പൂച്ചയൊക്കെ വളർത്തൂല, അതേപോലെ മോൺസ്റ്റേഴ്സ് വളർത്തുന്ന ഒരു പെറ്റായിട്ടാണ് ഷീമോനെ അവർ പ്രസൻറ്റ് ചെയ്തത്. ആദ്യം ഷീമോ വന്ന് നമ്മുടെ സ്കാർക്കിങ്ങിന് കൺട്രോളിൽ കിടന്നു. കൺട്രോളിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ഇനി ഷീമോ ഫ്രീ ആയി, ഷീമോ ഒന്ന് ഗോഡ്സിലെ പോലെ ഫ്രീ ആയിട്ട് നടക്കുമെന്ന് വിചാരിച്ചു. ബട്ട് വീണ്ടും ഷീമോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോങ്ങിൻ്റെ പെറ്റായിട്ട് മാറാനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം അത് വേണ്ടായിരുന്നു. ഓക്കെ, ഷീമോനെ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് കാണിച്ചെങ്കിൽ കൊള്ളായിരുന്നു. പവേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല, പവർഫുൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ഫീല് പറഞ്ഞില്ല. നമ്മളിപ്പം ഗോഡ്സിലെ കാണുമ്പോൾ ഒരു ഫീല് കിട്ടുമല്ലോ, ഒരു പേടികളെന്ന ഒരു ഫീല്. ബട്ട് ആ ഒരു ഫീല് നമ്മുടെ ഷിമോനില്ല. ഓക്കെ, ഷിമോന് ഒരു പെറ്റായിട്ടാണ് കാണിച്ചത്. അതേപോലെ തന്നെ ഇൻ്റലിജൻസും ഇല്ലാത്തതായിട്ടാണ് കാണിച്ചത്. ഇപ്പം കോങ്ങിനെ ആയാലും സ്കാർക്കിങ് ആയാലും ഗോഡ്സിലായാലും അവർക്കൊരു ഇൻ്റലിജൻസ് ഉണ്ട്. ബട്ട് ആ ഒരു ബുദ്ധി ഷീമോന് ഇല്ലാത്തതായിട്ടാണ് കാണിച്ചത്. ഒരു കംപ്ലീറ്റ്ലി ഒരു പെറ്റായിട്ടാണ് ഷീമോനെ കാണിച്ചത്. സോ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കിയാണ് തോന്നിയത്. പിന്നെ ഒന്ന് നിറയെ പേര് പറഞ്ഞത് ഞാൻ കേട്ട് കമൻറ്റിലൊക്കെ, അതായത് ഫൈറ്റ് സീനൊക്കെ കുറവായിരുന്നു, അതായത് ലെങ്തൊക്കെ കുറവായിരുന്നു ചില ആൾക്കാർ പറയാൻ ഞാൻ കേട്ട്. അത് ഒരു കണക്കിന് ശരിയാണ്. കാരണം ഫൈറ്റ് സീനൊക്കെ കുറച്ച് പെട്ടെന്ന് തീരുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എന്ന് വെച്ചാൽ എന്താ പറയുക, തുടങ്ങിയത് ഉടൻ തന്നെ ഫൈറ്റ് തീർന്നൊരു അവസ്ഥയാണ് ഉള്ളത്. ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു, ബട്ട് കുറച്ചും കൂടെ ആ ഒരു ഫൈറ്റ് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ പടത്തിൽ വന്ന് നിറയെ ഡൗട്ട്സ് ഉണ്ട്. ഇപ്പം സ്കാർക്കിങ് വന്ന് എവിടെ നിന്നാണ് ഷീമോനെ കണ്ടെത്തിയത്, അതേപോലെ തന്നെ ഈ ക്രിസ്റ്റൽ എവിടെ നിന്നാണ് നമ്മുടെ സ്കാർക്കിങ്ങിന് കിട്ടിയത്, എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ ഷീമോനെ അഫക്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ മൂവിലുണ്ട്. അത് മാത്രമല്ല ഒരു ബ്രോ എനിക്ക് കമ്പനി ചോദിച്ചതാണ് നമ്മുടെ മൊനാർക്ക് സീരീസിൽ വന്ന് അവർ വന്ന് ഈ ഒരു ഹാലോർത്തിലോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം ടൈം ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഗോഡ്സില എക്സ് കോങ്ങിലാണെങ്കിൽ മനുഷ്യരൊക്കെ ആണെങ്കിൽ ഹാലോർത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നിറയെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നമുക്കിതിനെ പ്രാന്താവുന്ന രീതിയിൽ നിറയെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പം നിറയ്ക്ക് ഇനി ഫ്യൂച്ചർ മൂവീസിൽ അവരെങ്ങനെ തിരുത്തു നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഈ പടത്തിൽ മോത്ര വരുന്നുണ്ട്. മോത്ര വന്നൊരു ഗോൾഡൻ മോത്രയായിട്ടാണ് വന്നത്. ഞാൻ ആദ്യം ആലോചിച്ച് മോത്രയ്ക്ക് എന്തൊരു വലിയ റോളായിരിക്കും ആലോചിച്ചു. പക്ഷേ നല്ല റോളുണ്ട് കേട്ടോ. കാരണം മോത്ര വന്നില്ല എനിക്ക് ഉറപ്പായിട്ടും ഗോഡ്സിലയുടെ കൈകൊണ്ട് കോങ്ങ് തീരുന്നതിന്. പിന്നെ അത് മാത്രമല്ല മനുഷ്യരെയൊക്കെ മോത്ര ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കൊള്ളാൻ നൈസായിരുന്നു. പിന്നെ വന്ന് ഗോഡ്സില. സോ ഗോഡ്സിലൊക്കെ വന്ന് നല്ല മാസ് ഫൈറ്റ് സീനൊക്കെ ഉണ്ടെങ്കിലും
ഗോഡ്സിലെ ഫാൻസിന് ഉറപ്പായിട്ട് ഒരു ചെറിയ ഡിസപ്പോയിൻ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം കോങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഗോഡ്സിലെ വന്ന അവന്മാർ ഒരു ഫുള്ളായിട്ടൊരു കിളി പോയ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കാണിച്ചത്. ചുമ്മാ എല്ലാവരും പോയി അടിക്കുന്നേറ്റ് അങ്ങനെയാണ് കാണിച്ചു വിട്ടത്. സോ അത് ചില ആൾക്കാർക്ക് ഓഫ്കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സോ ബട്ട് ഇനി വരാൻ പോണ ഇതിൻ്റെ സീക്വൽ മൂവിയിൽ ഗോഡ്സിലേക്കായിരിക്കും ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത് ഡയറക്ടർ. ബട്ട് നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ എന്താണ് പടത്തിൽ? ബ്രോ ഈ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നിയ നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് കമൻറ്റിലൊക്കെ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.